പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിൻ്റെ കൃപയും ദൈവിക സമാധാനവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല സാഹചര്യങ്ങളിൽ ഈ ദിവസം ജീവിക്കട്ടെ. ഇവിടെ പള്ളി അടച്ചിട്ടിട്ട് സഭ പറയുന്ന അധികാരികളെ കയറ്റാതെ ഒക്കെ നിർത്തുന്ന എൻ്റെ പൊന്നു വിചാരിച്ച അങ്ങ് എന്താണ് ഈ കാണിക്കുന്നതെന്ന് അങ്ങക്ക് അറിയില്ല. അങ്ങൊരു മണ്ടനാണ്. കാരണം സഭയെ വെല്ലുവിളിക്കുന്ന ഈ വെല്ലുവിളി പരാജയത്തിലേ അവസാനിക്കത്തുള്ളൂ എന്ന് കൃത്യമായിട്ടും അങ്ങേക്കറിയാം. എന്നാലും വിടില്ല എന്നുള്ള ഭാവത്തിൽ എന്തിനാണ് ഈ കുസ്തി പിടിക്കുന്നത്? അങ്ങൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അങ്ങയുടെ മരണകാലം വരെ ഈ പാലാരിവട്ടം പള്ളിയിൽ ഇരിക്കും. ഇനി അങ്ങയുടെ കാലം കഴിയുമ്പോൾ സന്തതി പരമ്പര വന്ന് ഇവിടെ നോക്കും, അങ്ങനെ ചിന്തിക്കാനും ഇല്ലല്ലോ. അതുപോലെ ഞങ്ങളുടെ കൈക്കാരൻ, ഞങ്ങളുടെ പള്ളിയുടെ കൈക്കാരൻ ശക്തമായി നിന്നിട്ട് ഗേറ്റൊക്കെ പൂട്ടിയിട്ട് അകത്ത് നിന്ന് കൂട്ടുകാർ ഉൾപ്പെടെ വെല്ലുവിളിക്കുകയും തുറക്കത്തില്ല, കയറ്റത്തില്ല. എന്തൊരു മണ്ടത്തരവാ! ഒന്ന് ചിന്തിച്ച് നോക്കുക. അധികാരികൾക്ക് മുമ്പിൽ വെല്ലുവിളിക്കുന്ന അങ്ങേക്ക് അങ്ങയുടെ മക്കൾ ആരെങ്കിലും, അങ്ങ് ഇങ്ങനെ നിൽക്കുന്ന ആരുടെയെങ്കിലും മക്കൾ ചോദിക്കുക, അപ്പൻ ഇങ്ങനെ ഈ മാർപ്പാപ്പയും പിതാക്കന്മാരെയും ഒന്നും അനുസരിക്കത്തില്ല, പിന്നെ ഞങ്ങളെന്തിനാ അപ്പനെ അനുസരിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർന്നില്ലേ? പൊതുവേ കുടുംബങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുക. കാരണം ഈ സോഷ്യൽ മീഡിയ കൂടുതൽ കടന്നു വന്നതോടുകൂടി കുടുംബങ്ങളും മക്കളും മാതാപിതാക്കളും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഒരുപാട് തകർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒത്തിരി തകർച്ച അനുഭവപ്പെടുന്ന ഈ കാലത്ത് സഭയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ചേരി തിരിഞ്ഞിങ്ങനെ കുസ്തി പിടിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ പുറത്ത് നിൽക്കുന്നവരും വിചാരിക്കുകയാണെങ്കിൽ അടിപിടിയും കോലാഹലവും ആകില്ലേ? ഇത് കർത്താവിൻ്റെ സഭയ്ക്കോ ചേരുന്നതാണോ? തന്നെയല്ല, ആരാധനാക്രമങ്ങളിൽ ഈ അൽമായർക്ക് എന്താ പങ്ക്? അത് തീരുമാനിക്കുന്നത് പിതാക്കന്മാരാണ്. പണ്ട് മുതലേ അങ്ങനാണ്, ഇപ്പോഴും അത് അങ്ങനാണ്. അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഒന്ന്. രണ്ടാമത്, ദൈവാരാധന നമ്മൾ പറയുന്ന കണക്ക് നടത്തണമെന്ന് എങ്ങനെ പറയുന്നത്? ഒന്ന്. രണ്ടാമത്, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതങ്ങ് നീണ്ട് അങ്ങ് ലോകാവസാനം വരെ ഞങ്ങൾ ഈ പള്ളിയുടെ ഭരണം പിടിച്ചെടുത്ത് ഇങ്ങനെ ഞങ്ങൾ ചെയ്യും, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും അത് പറ്റിയല്ല. രണ്ട്, ഞങ്ങളുടെ വികാരിയച്ഛൻ പറയുന്നത് ഞങ്ങൾ ചെയ്യും, ആ വികാരിയച്ഛനെ ഞങ്ങൾ വിടത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് പ്രൊട്ടസ്റ്റൻ്റ് സിസ്റ്റമാണ്. പ്രൊട്ടസ്റ്റൻ്റ് സിസ്റ്റമാണ്. ഇപ്പോൾ അർപ്പിക്കുന്നത് ബലിയല്ല. കുർബാന എന്ന പേരിൽ ഈ കാട്ടിക്കൂട്ടുന്ന ഒന്നും ബലിയല്ല. ഇതിനു മുമ്പ് ഒരു പുരോഹിതൻ ഇവിടെ വന്നു, പൈനങ്കലച്ച്. അദ്ദേഹം വന്നപ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് സ്വീകരിച്ച. പാട്ട് പാടുന്ന, പരിശുദ്ധ കുർബാനയെപ്പറ്റി 100 പാട്ട് എഴുതിയിരിക്കുന്ന ഒരു പുരോഹിതൻ. അദ്ദേഹം ഇവിടെ വന്നിട്ട് 2-3 പ്രാവശ്യം മാത്രമേ കാപ്പയിട്ട് എന്ന് പറഞ്ഞാൽ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പരിശുദ്ധ ബലിപീഠത്തിൽ ബലി അർപ്പിച്ചിട്ടുള്ളൂ. ഒന്ന് കോടതി ഷൂട്ടിങ്ങിന് വന്ന ദിവസം, പിന്നെ ചില ദിവസങ്ങളിലുമൊക്കെ അദ്ദേഹം ഇട്ടുണ്ട്. അല്ല, അതുവരെയും അദ്ദേഹം വീട്ടിൽ നിന്ന് തയ്പ്പിച്ചുകൊണ്ട് വന്ന കുപ്പായമിട്ട് ബലി അർപ്പിച്ചു. ബലിപീഠത്തിൽ വന്നാൽ പകുതി പോലും പ്രാർത്ഥന ചെല്ലാതെ 23 മിനിറ്റ് കൊണ്ട് സീറോ മലബാർ കുർബാന ചൊല്ലിയിട്ട് ഇറങ്ങിപ്പോകുന്നൊരു പുരോഹിതനായിരുന്നു. അദ്ദേഹമാണ് ഈ ഇടവക തകർത്ത് തരിപ്പണമാക്കിയ നാശത്തിൻ്റെ പുത്രൻ. അദ്ദേഹം എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതിയെന്ന് വിചാരിച്ചു. അദ്ദേഹം മാറിയിച്ച് പുതിയതായിട്ട് വരുന്ന ആൾ കുറച്ചുകൂടെ മയമുള്ളതായിരിക്കും എന്ന് വിചാരിച്ചു. ഇത് പണ്ടാരാണ്ട് പറഞ്ഞ കണക്ക് അതിനേക്കാൾ മോശമാണ് വന്നത്. ഇവിടെ ഒരു മരണമുണ്ടായാൽ, ഈ ഇടവകയിൽ ഒരു മരണമുണ്ടായാൽ, അത് അകത്ത് നിൽക്കുന്നവനോ പുറത്ത് അച്ഛനോട് ചേർന്നവനോ അതല്ല എതിർത്ത് നിൽക്കുന്നവനോ ആയാലും ഈ ഇടവകയുടെ സന്താനമാണ്. ഞങ്ങളെല്ലാവരും കൂടെ കാശ് മുടക്കി പള്ളി വെച്ചു. പിതാവ് വന്നത് ആശീർവദിച്ചു. പിതാവ് പകരക്കാരനായി ഒരു പുരോഹിതനെ വിട്ടു. പുരോഹിതൻ പിതാവിനെയും തള്ളി ഇടവക ജനത്തെയും തള്ളിക്കൊണ്ട് ജീവിക്കുന്നു. എന്തൊരു വിരോധാഭാസം! ചിരിക്കാതെ എന്താ പറയുക? കോടതി വിധി ഞങ്ങൾക്ക് കാര്യമല്ല, അതുപോലെ സഭയുടെ കാനോൻ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല.
എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്ററായിട്ട് അധപ്പതിച്ചിരിക്കുന്നു. ഒന്ന്, സഭയുടെ ശിക്ഷാ നടപടി വരാൻ താമസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ട് ഇത് തലേ വീണിരിക്കും. കാരണം ദൈവവചനം ചുമ്മാതെ പ്രസംഗിക്കുന്ന നിങ്ങളെപ്പോലുള്ള തട്ടീര് നടത്തുന്ന മനുഷ്യർ, ദൈവവചനം ജീവിക്കുന്ന പാവപ്പെട്ട ആത്മായന് അവിടെ നിന്നുകൊണ്ട് പറയാൻ വളരെ എളുപ്പമാണെന്നേ. ഈ ജീവിതം പബ്ലിക്കിൽ ജീവിക്കണ കുറെ പാടാണ്. അത് ഈ അൽമായർ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ ഈ അച്ഛൻ്റെ കൂടെ കൂടിയിരിക്കുന്ന മണ്ടന്മാരേ, കാരണം സഭ ഇത് നേരെയാക്കും. അന്നേരം നിങ്ങളൊക്കെ എന്നെ എടുക്കും, നിങ്ങൾ വേറെ വിട്ടുപോകും. ഈ അച്ഛൻ്റെ കൂടെ, അച്ഛൻ പാസ്റ്ററായിട്ട് വരും, നിങ്ങൾ അച്ഛൻ്റെ കൂടെ പോയി എവിടെയെങ്കിലും ഒരു ഷെഡ് കെട്ടി കൈകൊട്ടിപ്പാടാം. ഇപ്പം നിങ്ങൾ അർപ്പിക്കുന്ന ബലി എന്ന് പറയുന്നത് പെന്തക്കോസ്തുകാരൻ്റെ ബലി മാത്രമാണ്. കാരണം പെന്തക്കോസ്തുകാർക്കും ബലിയുണ്ട് കേട്ടോ, ഞാനത് കണ്ടിട്ടുണ്ട്. അവർ അപ്പവും ബ്രെഡും കുറച്ച് വീഞ്ഞും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പാസ്റ്റർ പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതാണ് നടക്കുന്നത്. താമസമില്ല കേട്ടോ, താമസമില്ല. ഇനി ഒത്തിരി താമസിക്കാതെ ഈ കാര്യങ്ങളെല്ലാം നേരെയാകുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഇനി ഈ ഇടവകയിൽ കുറേ ആൾക്കാരുടെ അച്ഛൻ്റെ കൂടെ കൂടിയാലും ഞങ്ങളാരും അച്ഛൻ്റെ കൂടെ കൂടാൻ വരത്തില്ല. ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ നിൽക്കാനാണ്, പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കാനാണ്. പരിശുദ്ധമായ ദൈവവിളി ലഭിച്ച നിങ്ങളെ സാത്താൻ തട്ടിച്ചത് തിരിച്ചറിയാതെ അന്ധകാരത്തിലേക്ക് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട വികാരിയച്ച, കൊച്ചച്ച, ഇന്ന് നടന്ന മരണ വീട്ടിലൊന്ന് പോയി ഒരു ഒപ്പീസ് പോലും ചെല്ലാൻ തക്ക ഒരു യോഗ്യത നിങ്ങൾക്ക് ഇല്ലാതെ നിങ്ങളാക്കി വച്ചിരിക്കുന്നു. ഏതായാലും സങ്കടമൊന്നുമില്ല കേട്ടോ, സങ്കടമൊന്നുമില്ല. ഇതിലും വലിയ പീഡനങ്ങളിലൂടെ സഭ കടന്നു പോയിട്ടുണ്ടെന്നുള്ള ചരിത്രമൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും സങ്കടമല്ല. ഇത് അവസാനിക്കാതെ തീരുമോ? ശരീരത്തിൽ പ്രവേശിക്കുന്ന ദുഷ്ടായിട്ടുള്ള ഏത് പദാർത്ഥവും ശരീരം വിസർജനത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെളിയിൽ വിടുന്നത് പോലെ ഈ കത്തോലിക്ക സഭയിലെ തിന്മകളെ പുറത്തുവിടും. കാരണം സഭ കർത്താവിൻ്റേതാണ്. നരകവാതിലുകൾ പ്രബലപ്പെടുകയില്ല. നരകവാതിലുകൾ വരും, പക്ഷെ പ്രബലപ്പെടുകയില്ല. തകർത്ത് തൂത്തെറിഞ്ഞ് കർത്താവിൻ്റെ മഹത്വം വീണ്ടും ഇവിടെ പ്രകാശിക്കും. അത് സഭ അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുപ്പായം കീറാതെ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമാണ്. കുപ്പായം കീറിപ്പോയാൽ ഞങ്ങൾക്കൊരു സങ്കടമുണ്ട്. നിങ്ങളോട് ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഇഷ്ടമില്ലെങ്കിലും നിങ്ങളുടെ കുപ്പായം കീറിപ്പോണതിലൊന്നും ഇഷ്ടമില്ല. സത്യമായിട്ടും അത് തന്നെ സംഭവിക്കും. നിങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയിൽ നമുക്ക് അങ്ങനെ ഇങ്ങനെ എന്തേ പുതിയ സഭ ഉണ്ടാക്കാത്ത തൃപ്പൂണിത്തുറ മാർപ്പാപ്പ പറയുമായിരുന്നല്ലോ, ഈ സഭയെ നിൽക്കാൻ പറ്റിയാൽ നമുക്ക് പുതിയൊരു സഭ ഉണ്ടാക്കണം. എന്തേ ഉണ്ടാക്കാത്ത? ഏതായാലും ഞങ്ങൾ കാത്തിരിക്കുക. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങൾ കാണും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സഭ സകല നന്മകളും കൊണ്ട് മുടിച്ചുകൂടി നിൽക്കുന്ന ഈ സഭ തകരില്ല. ഇത് മുന്നോട്ട് പോകും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ അല്ല, നമുക്കൊന്നിച്ചു പോകാൻ എളിമപ്പെടാൻ സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ. ചേർന്ന് നിൽക്കാം, ചേർത്ത് പിടിക്കാം, പരിശുദ്ധാത്മാവിൽ ഒന്നായി തീരാം. ഭൂമിയിലെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവമുഖം ദർശിക്കാൻ അതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ആമേൻ. സഹോദരങ്ങളെ, ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ലൈക്കും കമൻറ്റും ഒക്കെ കമൻ്റ് ഇടേ. പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എനിക്കൂടെ തിരുത്താൻ അതൊരു വഴിയാകുമല്ലോ. ആമേൻ.